ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ചിജ്ജട ചിന്തനം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 6-ാം പദ്യം. ജഡത്തെ പോലും ചിത് സ്വരൂപമായി കണ്ടാൽ മായയെ എളുപ്പം ജയിക്കാം. സത്യം സമ്പൂർണമായി സാക്ഷാത്കരിക്കുന്നതിന് മുൻപ് ഒരന്വേഷകന് ബുദ്ധിക്ക് തെളിഞ്ഞു കിട്ടുന്ന 2 ഘടകങ്ങളാണ് ചിത്തും ജഡവും. തുടർന്ന് ഈശ്വരകാരുണ്യം നേടി ചിത്തിനെ വേർതിരിച്ചനുഭവിച്ച് ജീവൻ മുക്തിക്കായി യത്നിക്കുന്നു. അതോടെ ചിജ്ജഡങ്ങളുടെ വ്യാപ്തി സുവ്യക്തമായി വേർതിരിയുന്നു. മുൻപ് ഉണ്ടെന്ന് തോന്നിയിരുന്ന ജഡങ്ങളിൽ പോലും ചിത് സ്വരൂപം തെളിയുകയും ചെയ്യുന്നു. പരമ്പരയാ പരീക്ഷിച്ച് ഉറപ്പിച്ചിട്ടുള്ള ഈ സത്യസ്ഥിതി വിവരിച്ച ശേഷം ചിത്തിൽ നിന്നും ഭിന്നമല്ലെന്ന് അനുഭവിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെയാണ് ഇനിയുള്ള പദ്യങ്ങളിൽ വിവരിക്കുന്നത്. ഏകവും അഖണ്ഡവും അദ്വയവുമായ ചിത്തു മാത്രമേയുള്ളൂ എന്നതാണ് സത്യാനുഭവത്തിൻ്റെ പരമകാഷ്ഠ. 6-ാം പദ്യം. വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരമേ, മലമായയിലാണ് മയങ്ങി മനം നിലവിട്ടു നിവർന്നലയാതരുളേ. വലുതും സ്ഥൂലവും ചെറുതും സൂക്ഷ്മവും നടുമധ്യവുമായി സ്ഥൂല സൂക്ഷ്മങ്ങൾക്കിടയ്ക്കുള്ളതും എന്നിങ്ങനെ അലയറ്റു ഉയരുന്ന യാതൊരു ചലനവുമില്ലാതെ പെരുകുന്ന ചിദംബരമേ, ആകാശതുല്യം പരന്നു വ്യാപിച്ചിരിക്കുന്ന ചിത് സത്യമേ, മലമായയിൽ ജഡമയമായ സംസാരമാകുന്ന കൊടുംകാടുണ്ടെന്ന തോന്നലിൽ ആണുമയങ്ങി കുടുങ്ങി മോഹിച്ച് മനസ്സ് നിലവിട്ട് സത്യസ്ഥിതി വിട്ട് നിവർന്ന് ചലിച്ച് അലയാതെ ഇടയാകാതെ അരുളേ, കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. സ്ഥൂലവും സൂക്ഷ്മവും സ്ഥൂല സൂക്ഷ്മങ്ങൾക്കിടയ്ക്കുള്ളതും എന്നിങ്ങനെ വിവിധ രൂപത്തിൽ യാതൊരു ചലനവുമില്ലാതെ പെരുകുന്നതും ആകാശതുല്യം പരന്നു വ്യാപിച്ചതുമായ ചിത് സത്യമേ, ജഡമയമായ സംസാര കൊടുംകാടുണ്ടെന്ന തോന്നലിൽ കുടുങ്ങി മോഹിച്ച് മനസ്സു ചലിച്ച് തെണ്ടിത്തിരിയാനിടയാകാതെ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. ജഡപരിണാമഘട്ടങ്ങൾ. ജഡത്തിൻ്റെ വ്യക്തമായ പരിണാമഘട്ടങ്ങൾ സ്ഥൂലം, സൂക്ഷ്മം, മധ്യം എന്ന് 3 കട്ടിപിടിച്ച ജഡമായി കാണുന്നതാണ് സ്ഥൂലഘട്ടം. ശക്തിസ്പന്ദന രൂപത്തിൽ അത്യന്ത സൂക്ഷ്മമായി കാണുന്ന പ്രാണനാണ് സൂക്ഷ്മഘട്ടം. പഞ്ചഭൂതങ്ങളിൽ തേജസ്സും ജലവും സ്ഥൂല ജഡത്തിനും സൂക്ഷ്മജഡത്തിനും മധ്യേ വർത്തിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ജഡപരിണാമത്തിൻ്റെ മധ്യമായി കണക്കാക്കാം. വ്യക്താനുഭവത്തിൽ പ്രാണനും ശരീരത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്നത് മനസ്സാണ്. അതുകൊണ്ട് വ്യക്തി അനുഭവത്തിലെ ജഡപരിണാമഘട്ടത്തിൻ്റെ മധ്യഘട്ടമാണ് മനസ്സെന്ന് കരുതാം. ജഡപരിണാമത്തിൻ്റെ ആദ്യഘട്ടമായി നാം വിവരിച്ചിട്ടുള്ള അവ്യക്തം ഈ സ്ഥൂല സൂക്ഷ്മ മധ്യഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയേ തീരൂ എന്നില്ല. ഒരിക്കൽ കൂടി വായിക്കാം. ജഡപരിണാമത്തിൻ്റെ ആദ്യഘട്ടമായി നാം വിവരിച്ചിട്ടുള്ള അവ്യക്തം ഈ സ്ഥൂല സൂക്ഷ്മ മധ്യഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയേ തീരൂ എന്നില്ല. ജഡപരിണാമഘട്ടങ്ങളെ നിഷ്കൃഷ്ടമായ സ്ഥൂല സൂക്ഷ്മ മധ്യപരിണാമഘട്ടങ്ങളായി തിരിക്കുക പ്രയാസമാണ്. എങ്കിലും നാമരൂപങ്ങളിൽ വേർപെട്ട് വ്യക്തമായി അനുഭവ വിഷയമാകുന്ന ജഡരൂപങ്ങൾ പ്രാണനിൽ തുടങ്ങി കട്ടിപിടിച്ച ജഡത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് മേൽ കാണിച്ച പ്രകാരമുള്ള വേർതിരിവാണ് സംഗതമായി തോന്നുന്നത്. ഏതായാലും ശക്തിസ്പന്ദന രൂപത്തിൽ ചലിച്ച് പൊന്തി വരുന്ന പ്രാണൻ മുതൽ കട്ടിപിടിച്ച ജഡം വരെയുള്ള ഘട്ടങ്ങളെ സംഗ്രഹിച്ചുകൊണ്ടാണ് ഗുരുദേവൻ
വലുതും ചെറുതും നടുമധ്യവുമായി എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. അന്തിമ വിശകലനത്തിൽ ചിത്തിൻ്റെ പ്രതിഭാസം തന്നെ ജഡം. സത്യജിജ്ഞാസുവിനാണ് നിലനിൽപ്പ് ചിത്തെന്നും ജഡമെന്നും രണ്ടു ഘടകങ്ങളായി വേർതിരിയുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. സത്യജിജ്ഞാസുവിനാണ് നിലനിൽപ്പ് ചിത്തെന്നും ജഡമെന്നും രണ്ടു ഘടകങ്ങളായി വേർതിരിയുന്നത്. സത്യം സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നയാളിന് യുക്തിയുടെയും അനുഭവത്തിൻ്റെയും മണ്ഡലത്തിൽ ജഡവും ചിത് പ്രതിഭാസമാണെന്ന് തെളിയുന്നു. സത്യത്തെ സ്വസ്വരൂപമായി അറിയുന്നതോടെ നിശ്ചലവും അഖണ്ഡവുമായ ബോധത്തിൽ സ്പന്ദിച്ചു പ്രകടമാകുന്നതാണ് പ്രാണൻ എന്ന് പ്രത്യക്ഷത്തിൽ തെളിയുന്നു. സത്യത്തെ സ്വസ്വരൂപമായി അറിയുന്നതോടെ നിശ്ചലവും അഖണ്ഡവുമായ ബോധത്തിൽ സ്പന്ദിച്ചു പ്രകടമാകുന്നതാണ് പ്രാണൻ എന്ന് പ്രത്യക്ഷത്തിൽ തെളിയുന്നു. അപ്പോൾ സ്പന്ദിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പ്രാണൻ ബോധവസ്തുവിൽ ഒളിഞ്ഞിരുന്നു എന്ന് സ്പഷ്ടം. ഇങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് ബോധത്തിൽ നിന്നും സ്പന്ദിക്കുന്ന പ്രാണൻ ബോധമല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ലല്ലോ. കാരണസ്വരൂപത്തിൽ ഒളിഞ്ഞിരുന്നിട്ട് കാര്യരൂപേണ പ്രത്യക്ഷപ്പെടുന്നത് കാരണമല്ലാതെ മറ്റെന്താകാനാണ്? നിഷ്കൃഷ്ടമായ പര്യാലോചനയിൽ കാരണകാര്യങ്ങൾ എവിടെയും അഭിന്നമെന്ന് തെളിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബോധത്തിൽ നിന്നും സ്പന്ദിക്കുന്ന പ്രാണൻ ബോധം തന്നെയാണ്. തുടർന്ന് പ്രാണൻ തന്നിൽ നിന്നുണ്ടാക്കി കാണിക്കുന്ന മറ്റു ജഡദൃശ്യങ്ങളും ബോധം തന്നെയാണ്. ഈ കാരണകാര്യാഭേദം ഗുരുദേവൻ തന്നെ ദർശനമാലയിലെ അപവാദ ദർശനത്തിൽ വിവരിച്ചിരിക്കുന്നത് നോക്കുക. അന്യന്നകാരണാത് കാര്യം അസദേ തദതോഖിലം അസതഃ കഥമുത്പത്തിരനുത്പന്നസ്യ കോലയഃ. കാരണത്തിൽ നിന്നും ഭിന്നമായി കാര്യമുണ്ടായിരിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പ്രപഞ്ചദൃശ്യങ്ങൾ ബോധത്തിൽ നിന്നും ഭിന്നമാണെന്ന തോന്നൽ വെറുതെയാണ്. ഇല്ലാത്തതെങ്ങനെ ഉണ്ടാകാൻ, ഉണ്ടാകാത്തതെങ്ങനെ ലയിക്കാൻ? സത്യം സ്വസ്വരൂപമായി കണ്ട സത്യദർശികൾക്ക് മറ്റൊരു കാര്യം കൂടി തെളിഞ്ഞു. പ്രാണാദി ജഡദൃശ്യങ്ങൾ ഉണ്ടാവുകയോ പരിണമിക്കുകയോ മറയുകയോ ചെയ്യുമ്പോഴൊന്നും ബോധത്തിൻ്റെ നിശ്ചലതയ്ക്കും അഖണ്ഡതയ്ക്കും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വായുവും പ്രപഞ്ചഘടകങ്ങളും ഉണ്ടായി ചലിച്ചിട്ടും അവയ്ക്കാശ്രയമായ ആകാശത്തിന് യാതൊരു ചലനവും സംഭവിക്കുന്നില്ലല്ലോ. പിന്നെയാണോ ആകാശത്തിൻ്റെയും കാരണമായി വർത്തിക്കുന്ന അഖണ്ഡബോധത്തിൻ്റെ നിശ്ചലതയ്ക്ക് കേടുപറ്റുക? ചുരുക്കത്തിൽ അഖണ്ഡബോധവസ്തു തന്നെ തൻ്റെ നിശ്ചലതയ്ക്ക് ഒരു കേടും വരാതെ സ്വസ്വരൂപത്തിൽ പൊന്തിച്ചു കാട്ടുന്ന കാഴ്ചകളാണ് വലുതായും ചെറുതായും നടുമധ്യമായും നിൽക്കുന്ന എല്ലാ ജഡങ്ങളും. ഇക്കാര്യമാണ് ഗുരുദേവൻ അലയറ്റുയരുന്ന ചിദംബരമേ എന്ന ഭാഗം കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചിദംബര ശബ്ദം കൊണ്ട് നിശ്ചലമായ അഖണ്ഡബോധ സത്തയെ കുറിക്കുന്നു. അലയറ്റ് എന്ന വിശേഷണം കൊണ്ട് ജഡപരിണാമങ്ങൾ കൊണ്ടൊന്നും അതിന് ഒരു ചലനവും സംഭവിക്കുന്നില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദ്വൈതഭ്രമം തീർന്നു കിട്ടുന്നതാണ് മോക്ഷം. ഒരേ വസ്തു തന്നെയാണ് പലതായി കാണപ്പെടുന്നതെന്ന് ഒരു അന്വേഷകന് യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും ഉറപ്പിക്കാൻ കഴിയുമെന്ന് നാം കണ്ടു. വസ്തുത ഇതാണെങ്കിൽ പലതും കണ്ട് സത്യമെന്ന് ഭ്രമിക്കുന്നതാണ് സംസാരഭ്രമം. വസ്തുബോധമില്ലായ്മയാണ് അവിദ്യ. അവിദ്യയുടെ ഫലമായി പലതു കാണാനിടവരുന്നു. തുടർന്ന് രാഗദ്വേഷ രൂപത്തിൽ പുറമേ കാണുന്ന കാഴ്ചകളിൽ മനസ്സ് പറ്റിക്കൂടുന്നു. രാഗദ്വേഷങ്ങൾ നിരന്തരമായ കർമ്മചലനത്തിന് പ്രേരകങ്ങളായി ഭവിക്കുന്നു. കർമ്മം സുഖദുഃഖ രൂപത്തിലും ജനന മരണ രൂപത്തിലുമുള്ള ഫലങ്ങളെയും ഉളവാക്കുന്നു. അവിദ്യ നിലനിൽക്കുന്നിടത്തോളം രാഗദ്വേഷങ്ങൾ, കർമ്മം, ഫലാനുഭവം ഇവ ചക്രാകാരമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം എന്തിനെന്നോ ഇതിൻ്റെ ലക്ഷ്യം എന്തെന്നോ ഒരിക്കലും തെളിയുകയുമില്ല. അതുകൊണ്ടാണ് ഈ സംസാരത്തെ സത്യദർശികൾ കൊടുംകാടിനോട് ഉപമിക്കുന്നത്. കൊടുംകാട്ടിൽ അകപ്പെട്ടുന്നവൻ രക്ഷപ്പെടാൻ വഴി കാണാതെ ഉഴലുന്നു. എങ്ങോട്ടു തിരിഞ്ഞാലും വന്യമൃഗങ്ങൾ അവനെ ഭക്ഷിക്കാൻ ഓടിയെത്തുന്നു. മതമാത്സര്യാദികളാണ് സംസാര കൊടുംകാട്ടിലെ
വന്യമൃഗങ്ങൾ. അദ്വൈത ജ്ഞാനാഗ്നിക്കല്ലാതെ ദ്വൈതവനം ഭക്ഷിച്ചൊടുക്കാൻ മറ്റൊന്നിനും ശക്തിയില്ല. അന്തർമുഖമായി ആത്മദർശനം നേടി എല്ലാം ഒന്നെന്നു കാണുന്നയാൾക്ക് ഈ സംസാര കൊടും കാട് അനായാസം തരണം ചെയ്യാൻ കഴിയുന്നു. ആത്മോപദേശ ശതകത്തിൽ ഇക്കാര്യം ഗുരുദേവൻ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നത് നോക്കുക. സകലതുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹനിത് സർവവുമേകമായി ഗ്രഹിക്കും. അകമുഖമായറിയായിൽ മായയാം വൻ പക പലതും ഭ്രമമേകിടുന്നു പാരം. ആത്മോപദേശ ശതകം 88-ാം പദ്യം. ഈ കാണുന്നതൊക്കെ ഉന്മ തന്നെ. എന്നാൽ സത്യമറിഞ്ഞ വിവേകി എവിടെയും ഒരേ വസ്തുവിനെ തന്നെ കാണുന്നു. അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് വസ്തുതത്വം ഗ്രഹിക്കാത്തിടത്തോളം മായയുടെ വൻ ചതിയായ ദ്വൈതഭ്രമത്തിൽപ്പെട്ട് ഉഴലേണ്ടി വരും. മായാജന്യമായ ദ്വൈത കൊടും കാട്ടിൽപ്പെട്ട് മോഹിച്ച് ദുഃഖിക്കാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഗുരുദേവൻ. മലമായയിലാണ് മയങ്ങി മനം നിലവിട്ടു നിവർന്നലയാതരുളേ എന്ന ഭാഗം കൊണ്ട് വ്യക്തമാക്കുന്നത്. ഒരു ജീവൻ മുക്തൻ്റെ ഭാവാവേശം. സർവത്ര സത്യം കണ്ട് ധന്യനാകുന്ന ജീവൻ മുക്തൻ ചിജ്ജഡഭേദം വിട്ട് ജഗദീശ്വരനെ മാടി വിളിച്ച് ഭാവാവേശം കൊള്ളുന്നത് എങ്ങനെയെന്നാണ് 7-ാം പദ്യത്തിൽ ചിത്രീകരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.